കർത്താവിൽ അനുഗ്രഹീതരായ എന്നെ കേൾക്കുന്ന വിശ്വാസികളെ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് അല്പനേരത്തെ ധ്യാന ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 13-ാം വാക്യം. പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മിഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. സ്തോത്രം, ആമേൻ. ആരാണ് മിഖായേൽ? നാം പഠിക്കണം, അറിഞ്ഞിരിക്കണം. പുതുതലമുറയ്ക്ക് ഈ വചനം പകർന്നു നൽകണം. സ്തോത്രം. മിഖായേൽ എന്നത് ഒരു ഹിബ്രു പേരാണ്. മിഖായേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തെ പോലെ ആരാണ് എന്നതാണ്. ഹൂ ഈസ് ലൈക്ക് ഗോഡ്. ദൈവത്തിന് തുല്യനായോ സമനായോ ആരുമില്ല എന്നാണ്. ഒരു പ്രധാന ദൈവദൂതനാണ് മിഖായേൽ. ദൈവമാണ് എൻ്റെ ശരീരദായകൻ എന്ന നിലയിലും വിവർത്തനം ചെയ്യപ്പെടുന്നു. ദാനിയേലിന് ദൈവത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന നേതാവായി മിഖായേൽ പരാമർശിക്കപ്പെടുന്നു. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി അവരെ തോൽപ്പിച്ചു. ആമേൻ. അത്രമേൽ ശക്തിയുള്ള ഒരു പ്രധാന ദൂതനാണ് മിഖായേൽ. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളഞ്ഞ പിശാചിനെ ഭൂമിയിലേക്ക് അരിഞ്ഞു വീഴ്ത്തിയവനാണ് മിഖായേൽ. വിശ്വാസികളുടെ സംരക്ഷകനാണ് മിഖായേൽ. ആത്മാവിൻ്റെ മാർഗദർശകനാണ് മിഖായേൽ. മുഖ്യ ദൂതനായ വിശുദ്ധ മിഖായേലെ, ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. പിശാചിൻ്റെ ക്രൂര ഭരണത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ. തിരുസഭയുടെ സംരക്ഷകനായി വരണമേ. പിശാചിനെ അടിമപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുൻപിൽ സമർപ്പിക്കണമേ. സാത്താനും അവന്റെ സന്തതികളും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. സാത്താനെ പാതാളത്തിലേക്ക് തള്ളിത്താഴ്ത്തണമേ. അവനിനി ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ.